ദേവാമൃതം. ഗുരുസാഗരം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മെഡിമിക്സ് ക്ലിയർ ഗ്ലിസറിൻ ഇപ്പോൾ ഫേസ് വാഷിലും. സാഗരം അറിവിന്റെ സാഗരം ഗുരുസാഗരം. ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ശ്രീനാരായണ പരമഗുരവേ നമഃ. നമസ്കാരം. സമകാലിക ജീവിതത്തെ ശ്രീനാരായണ ഗുരുദേവ ദർശനത്തിലൂടെ നോക്കിക്കാണുന്ന ഗുരുസാഗരം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വിശുദ്ധ ബക്രീദ് ദിനമാണ്. ലോകത്തെ എല്ലാവർക്കും ഗുരുസാഗരത്തിൻ്റെ ബക്രീദ് ദിന ആശംസകൾ. ശ്രീനാരായണ ഗുരുദേവൻ്റെ അനുകമ്പാ ദശകവും ആധുനിക ലോകവും എന്ന വിഷയത്തിൽ ആണ് നാം കുറച്ച് ദിവസങ്ങളായിട്ട് ഈ പ്രഭാഷണ പരമ്പര നടത്തിക്കൊണ്ടു പോകുന്നത്. ഇന്ന് നാം അനുകമ്പാ ദശകത്തിൻ്റെ 5-ാമത്തെ പദ്യത്തിലേക്ക് കടക്കുകയാണ്. 5-ാമത്തെ പദ്യം മുതൽക്ക് ശ്രീനാരായണ ഗുരുദേവൻ ഈ ലോകത്ത് നമ്മുടെ അറിവിലും പരിചയത്തിലുമുള്ള എല്ലാ അനുകമ്പാശാലികളായിട്ടുള്ള മഹത് പുരുഷന്മാരുടെയും ജീവിതകഥ, അവരുടെ അനുകമ്പയുടെ നേർസാക്ഷ്യങ്ങൾ ഒക്കെ എടുത്ത് വിവരിച്ചുകൊണ്ട് അനുകമ്പയുടെ ആർദ്രമായിരിക്കുന്ന ആ ഭാവത്തെ നമ്മുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുവാനായിട്ട് ഭഗവാൻ ശ്രമിക്കുകയാണ്. ഭഗവാൻ പറഞ്ഞു തുടങ്ങുന്നത് ശ്രീകൃഷ്ണനിൽ നിന്നാണ്. ഭാരതീയ ദർശനത്തിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കി നിർത്താനാവാത്തതാണ് ഭഗവാൻ ശ്രീകൃഷ്ണനിലൂടെ ഈ ലോകത്തിന് വെളിപ്പെട്ട ഭഗവത്ഗീത എന്ന് പറയുന്നത്. ഭഗവത്ഗീത എന്ന് പറയുന്ന ആ മഹാഗ്രന്ഥം, ആ മഹാവിജ്ഞാനം, അതിൽ തൊട്ടു വണങ്ങിക്കൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ അനുകമ്പയുടെ മൂർത്തി രൂപങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തി തുടങ്ങുന്നത്. എന്താണ് ഭഗവാൻ ശ്രീകൃഷ്ണനിൽ നിന്ന് നമ്മെ കാണിച്ചു തരുന്ന അനുകമ്പയുടെ മൂർത്തിഭാവമെന്ന് പറയുന്നത്? ശ്രീകൃഷ്ണൻ മഹാജ്ഞാനിയായിരുന്നു, പരമാത്മ സ്വരൂപനായിരുന്നു. അദ്ദേഹം ധർമ്മപക്ഷത്തു നിന്നുകൊണ്ട് അധർമ്മത്തെ ഒടുക്കുവാൻ വേണ്ടിയിട്ടാണ് ജീവിതം മുഴുവനും ഒഴിഞ്ഞുവെച്ചത്. ആ ധർമ്മപക്ഷത്തു നിന്നുകൊണ്ട് മഹാഭാരത യുദ്ധമധ്യത്തിൽ തളർന്നിരുന്നു പോയ അർജുനന് ഗീതോപദേശം നൽകിക്കൊണ്ട് കർമ്മത്തിൻ്റെ ശുദ്ധിയെ ഉപദേശിച്ചു. വ്യവസായാത്മിക ബുദ്ധിരേഖ, സത്യനിശ്ചയം വന്ന ബുദ്ധി ഒന്നേ ഉള്ളൂ എന്നാണ് ഭഗവത്ഗീത നൽകുന്ന സന്ദേശം. ഇത്രയും വലിയ സത്യദർശനത്തെ തൻ്റെ സുഹൃത്തും ബന്ധുവുമായ അർജുനന് ആ യുദ്ധകളത്തിൽ വെച്ച് ഉപദേശിച്ചു കൊടുത്തിട്ട് ആ ആചാര്യസ്ഥാനത്ത് നിൽക്കുന്ന ശ്രീകൃഷ്ണൻ പൊടുന്നനെ താണുവന്ന് ഈ ശിഷ്യൻ്റെ, അർജുനൻ്റെ തേരാളിയായിരുന്ന് ആ യുദ്ധത്തിൽ മുഴുവനും കുതിരയോടിപ്പുകാരനായി ഇരിക്കുകയുണ്ടായി. അപ്പോൾ അത്രയും ഔന്നത്യത്തിൽ നിന്നുകൊണ്ട് തൻ്റെ ശിഷ്യനെ നയിക്കുവാൻ വേണ്ടിയിട്ട് തേരാളിയുടെ സ്ഥാനം ഏറ്റെടുത്ത കൃഷ്ണൻ്റെ ആ ഒരു ലാളിത്യം, ആ ഒരു വിനയഭാവത്തെയാണ് ഭഗവാൻ എടുത്തു കാണിക്കുന്നത്. ആദ്യം ഇതേ ശ്രീകൃഷ്ണൻ തന്നെയാണ്, പരമാത്മസ്വരൂപനായി എങ്ങും നിറഞ്ഞു നിന്ന ഇതേ ശ്രീകൃഷ്ണൻ തന്നെയാണ് തന്നെ ആരാധിക്കുന്ന ഗോപികമാരുടെ
ലീലാ കേളികൾക്ക് അവർക്ക് വേണ്ടിയിട്ട് നിന്നു കൊടുത്തതും ഇതേ ശ്രീകൃഷ്ണൻ തന്നെയാണ്. അപ്പോൾ ഔന്നത്യമുള്ളവർ, അനുകമ്പാശാലികളായിരിക്കുന്നവർ തനിക്ക് താഴെ നിൽക്കുന്നവരിലേക്ക് ഒഴുകിയിറങ്ങുന്ന മഹാനദി പോലെയാണെന്ന് ഗുരുദേവൻ ഈ അനുകമ്പാ ദശകത്തിൻ്റെ 5-ാം പദ്യത്തിലൂടെ നമ്മെ ബോധിപ്പിക്കുന്നുണ്ട്. പരമാർത്ഥമുരച്ചു തേർവിടും പൊരുളോ. ഇതാണ് ഈ ശ്രീകൃഷ്ണനെയും മഹാഭാരതത്തെയും ഗീതയെയും പരാമർശിച്ചുകൊണ്ട് ഗുരുദേവൻ കുറിക്കുന്ന ഒറ്റ വരി. പരമാർത്ഥമുരച്ച് തേർവിടും പൊരുളോ. നേരെ അടുത്ത വരിയിലേക്ക് വരുമ്പോഴത്തേക്ക് അടുത്ത മഹത് പുരുഷനെയാണ് ഗുരുദേവൻ നമുക്ക് മുന്നിൽ എടുത്തു കാട്ടുന്നത്. അത് മറ്റാരുമല്ല, ഭൂതദയാക്ഷമാബ്ധിയോ പരമാർത്ഥമുരച്ചു തേർവിടും പൊരുളോ ഭൂതദയാക്ഷമാബ്ധിയോ. ഭൂതദയാക്ഷമാബ്ധി, ഈ ലോകത്തെ സർവ ജീവജാലങ്ങളോടുമുള്ള ദയാനുകമ്പ കൊണ്ടാണ് ശ്രീബുദ്ധൻ ലോകം മുഴുവനും അറിയപ്പെട്ടത്. ആ ദയാനുകമ്പ കൊണ്ട് ക്ഷമയുടെ അബ്ധിയായി മാറി ശ്രീബുദ്ധൻ. എന്താണ് ക്ഷമയുടെ അബ്ധി എന്ന് പറയുന്നത്? ക്ഷമയുടെ സമുദ്രം, ആഴങ്ങളില്ലാത്ത സമുദ്രം, ആഴം അളക്കാനാവാത്ത സമുദ്രം. അപ്പോൾ ആഴമറിയാത്ത ആ ക്ഷമ, അതിൻ്റെ മൂർത്തിഭാവമായിരുന്നു ശ്രീബുദ്ധൻ എന്ന് പറയുന്നത്. ശ്രീബുദ്ധൻ്റെ ഏറ്റവും വലിയ അനുകമ്പാബോധം നമ്മൾ കാണുന്നത് ബിംബിസാരൻ്റെ യജ്ഞശാലയിൽ വെച്ചായിരുന്നു. ബിംബിസാരൻ്റെ യജ്ഞശാലയിലേക്ക് തെളിക്കപ്പെട്ടു കൊണ്ടുപോയ ആട്ടിൻ കുഞ്ഞുങ്ങളിൽ ഒന്ന് വഴിയിൽ കാലിടറി വീണു. അതിൻ്റെ ഒരു കാലൊടിഞ്ഞിട്ട് അത് നടക്കാൻ സാധിക്കുന്നില്ല. മറ്റ് ആട്ടിൻപറ്റങ്ങൾ ഇടയൻ തെളിക്കുന്ന വഴിയിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ബുദ്ധൻ ചെന്നിട്ട് ഈ ആട്ടിൻ കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ട് പോകുന്നു? ഞങ്ങൾ ബിംബിസാര മഹാരാജാവ് നടത്തുന്ന യജ്ഞത്തിലേക്ക് കൊണ്ടുപോവുകയാണ്, ഈ ആടുകളെ അവിടെ ബലിയർപ്പിക്കാനുള്ളതാണെന്ന് പറഞ്ഞു. ബുദ്ധൻ പതുക്കെ ഈ ആട്ടിൻ കുഞ്ഞിനെ, കാലൊടിഞ്ഞ ആട്ടിൻ കുഞ്ഞിനെ തോളിലേറ്റി ഈ ബിംബിസാരൻ്റെ യജ്ഞശാലയിലേക്ക് ഈ ആട്ടിൻപറ്റങ്ങളോടൊപ്പം കടന്നു ചെന്നിട്ട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഹേ ബിംബിസാര മഹാരാജാവേ, അങ്ങേക്ക് ഏതെങ്കിലും ഒരു ജീവിക്ക് ജീവൻ കൊടുക്കാൻ സാധിക്കുമോ? ജീവൻ കൊടുക്കാൻ സാധിക്കാത്തവന് ജീവൻ എടുക്കാനും അർഹതയില്ല. ഈ ഒറ്റ ചോദ്യത്തിൽ ബിംബിസാരൻ്റെ എല്ലാ ധാരണകളും പൊളിഞ്ഞു വീഴുകയുണ്ടായി. നമുക്ക് ഏതെങ്കിലും ജീവിയുടെ ജീവൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ആ ജീവിക്ക് ജീവൻ കൊടുത്തത് നമ്മളായിരിക്കണം. ഇത് തന്നെയാണ് പിൽക്കാലത്ത് ജന്തുബലിക്ക് പകരം കുമ്പളങ്ങ മുറിക്കട്ടെ എന്ന് ഒരു ക്ഷേത്ര ഭാരവാഹി ശ്രീനാരായണ ഗുരുദേവനോട് ചോദിച്ചപ്പോൾ ഗുരുദേവൻ പറഞ്ഞത്, കുമ്പളങ്ങ മുറിക്കേണ്ട, ആ ബലി കൊടുക്കുന്നവൻ്റെ മകനെ തന്നെ മുറിച്ചോളൂ എന്ന് പറഞ്ഞത്. ജീവൻ കൊടുക്കുന്നവൻ്റെ ജീവൻ എടുക്കാനുള്ള അർഹത ബുദ്ധൻ പറഞ്ഞത് തന്നെയാണ് ഗുരു മറ്റൊരു ഭാഷയിൽ പറഞ്ഞത്. നീ നിൻ്റെ മകനെ അറുക്കുക, നീ അവന് ജീവൻ കൊടുത്തത് നീയാണ്, നിനക്ക് അവൻ്റെ കഴുത്തെറുക്കാനുള്ള അവകാശമേ ഉള്ളൂ. അതൊരിക്കലും ചെയ്യില്ലെന്നറിയാമല്ലോ. ഇത് തന്നെയാണ് ഇബ്രാഹിമിനോട് ദൈവം ആവശ്യപ്പെട്ടത്, നീ നിൻ്റെ മകനെ ബലി നൽകുവാനായിട്ട് ആവശ്യപ്പെട്ടത്. ഇസ്ലാം മതത്തിലും അത് പറയുന്നുണ്ട്. നാം കൊടുക്കാത്ത ജീവനെ നമുക്ക് എടുക്കാനും സാധിക്കില്ല എന്ന ബോധം അത് ശ്രീബുദ്ധനിലൂടെയും നബിയിലൂടെയും ഒക്കെ ഭഗവാൻ നമുക്ക് ബോധിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ പദ്യത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് നാളെ കടക്കാം. ഇനി ഇന്നത്തെ ഗുരുമൊഴിയിലേക്ക്. സാഗരം അറിവിൻ്റെ സാഗരം. അധ്യാപക ജോലി നല്ലതു തന്നെ, അത് ഇഹത്തിലേക്കും പരത്തിലേക്കും കൊള്ളാം. ശ്രീനാരായണ ഗുരുദേവൻ. ഗുരുസാഗരം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് മെഡിമിക്സ് ക്ലിയർ ഗ്ലിസറിൻ ഇപ്പോൾ ഫേസ് വാഷിലും. ദേവാമൃതം